വരും കാലങ്ങളിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം മൂലമുള്ള മരണം കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ നമുക്ക് വിശ്രമിക്കാനുള്ള അവസരമൊന്നുമല്ല. അത് പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നത് വരെ നമ്മൾ ആ യുക്തിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം ഞാനെപ്പോഴും വ്യക്തിപരമായിട്ടും വിശ്വസിക്കുന്നത് ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തെ നമുക്ക് താർക്കിക യുക്തി കൊണ്ട് പരിഹരിക്കാനായിട്ട് കഴിയില്ല. തർക്കിച്ച് നിന്നാൽ തർക്കം കഴിയുമ്പോൾ ഈ പ്രശ്നം അവിടെ ബാക്കിയാവും. മറിച്ച് നമ്മളെല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കിതിനെ പിടിച്ചു കെട്ടാനാവും. ഇപ്പോൾ നമ്മൾ വന്യജീവി ആക്രമണം പ്രതിരോധിക്കാൻ വനം വകുപ്പിന്റെ 45 ദിവസം നീളുന്ന തീവ്രയജ്ഞ പരിപാടിക്ക്, സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിക്ക് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. ഇതിൽ സങ്കീർണമായ ഒരുപാട് വശങ്ങളുണ്ട്. സംസ്ഥാനത്ത് നാൾക്കുനാൾ ഈ വനം വന്യജീവി സംഘർഷങ്ങൾ, മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. അതിലൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ വളരെ മാതൃകാപരമായ ഒരു പരിപാടിയാണ് വനം വകുപ്പ് സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ മീഡിയ വണ്ണിനോട് പങ്കുവയ്ക്കുവാൻ വേണ്ടി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ആയിട്ടുള്ള പ്രമോദ് ജി കൃഷ്ണൻ സാറിനോട് തന്നെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. അദ്ദേഹം മീഡിയ വണ്ണിനൊപ്പം ചേരുന്നുണ്ട്. 45 ദിവസം നീളുന്ന ഒരു പരിപാടിയാണ്. പരിപാടിയുടെ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പറയാമോ? കേരളത്തിലെ നമ്മൾ എല്ലാവരും ബാധിക്കുന്ന ഒരു സാമൂഹ്യ പ്രശ്നമാണ് മനുഷ്യ വന്യജീവി സംഘർഷം. അപ്പോൾ അത് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേരള സർക്കാർ, ഏത് ജനാധിപത്യ സർക്കാരും ചെയ്യുന്നത് പോലെ തന്നെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നിരവധി പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. അതിനൊരു സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചു. വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള വേറെ ഒട്ടനവധി ലഘൂകരണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. അപ്പോൾ ഇതിലൂടെ എല്ലാം തന്നെ ഇതിൻ്റെ ഒരു പരിപൂർണ ഫലപ്രാപ്തിയിലേക്ക് നമ്മൾ ഈ ലഘൂകരണ പ്രക്രിയ എന്നുണ്ടെങ്കിൽ അതിന് പൊതുജന പങ്കാളിത്തം വളരെ വളരെ നിർണായകമാണ്. ഒരുപക്ഷെ വനം വകുപ്പിന് മാത്രമോ അല്ലെങ്കിൽ ഏതാനും സർക്കാർ വകുപ്പുകൾക്കോ മാത്രം നമുക്കിത് പരിഹരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ഒരു തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരള സർക്കാരും വനം വകുപ്പും മുൻകൈ എടുത്തുകൊണ്ട് പരിപൂർണമായും ജനങ്ങളുടെ പിന്തുണയോടുകൂടി, പ്രത്യേകിച്ച് ഈ പ്രശ്നം അധികമായിട്ട് കാണപ്പെടുന്ന പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഒരു തീവ്രയജ്ഞം, ഒരു ലഘൂകരണത്തിന് വേണ്ടി തുടങ്ങാമെന്ന് തീരുമാനിച്ചത്. അത് കഴിഞ്ഞ 31-ാം തീയതി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ അത് 3 ഘട്ടങ്ങളായിട്ടാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ മനുഷ്യ വന്യജീവി സംഘർഷം അനുഭവപ്പെടുന്ന പഞ്ചായത്തുകൾ, ആ പഞ്ചായത്തുകളെ ഞങ്ങൾ പല ഹോട്ട്സ്പോട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 300ഓളം പഞ്ചായത്തുകളാണ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അത് മനുഷ്യ വന്യജീവി സംഘർഷം അനുഭവപ്പെടുന്നതിൻ്റെ തോത്, അത് തടയാനെടുക്കുന്ന അല്ലെങ്കിൽ ലഘൂകരിക്കാൻ എടുക്കുന്ന ശ്രമങ്ങളുടെ തോത്, ഇങ്ങനെ പല മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരം പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളുടെ സഹായത്തോടു കൂടി ആദ്യത്തെ 15 ദിവസം കൊണ്ട് ഒരു ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിക്കുകയും ജനങ്ങളുടെ ആകുലതകളും അവരുടെ പരാതികളും അവരുടെ നിർദ്ദേശങ്ങളും കേൾക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. അപ്പോൾ മിക്കവാറും ആ ഘട്ടത്തിൽ പരിഹരിക്കാവുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ 15 ദിവസത്തിനകം തന്നെ പരിഹാരം കാണാനായിട്ട് ശ്രമിക്കും. അത് കഴിഞ്ഞ് 2ാം ഘട്ടത്തിൽ ജില്ലാതലത്തിൽ അവിടെ പ്രാദേശികമായിട്ട് നമുക്ക് തീർപ്പ് കൽപ്പിക്കാനാവാത്ത കാര്യങ്ങൾക്ക് ജില്ലാതലത്തിലേക്ക് കൊണ്ടുവരികയും ജില്ലാ കളക്ടർ അല്ലെങ്കിൽ മറ്റു ജില്ലാതലത്തിലുള്ള വകുപ്പ് മേധാവികൾ, ജില്ലയിലെ ചുമതലയുള്ള മന്ത്രിമാർ, അതുപോലെ തന്നെ MLA-മാർ, ജനപ്രതിനിധികൾ, ഇവരുടെ സഹായത്തോടു കൂടി ആ തലത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് 2ാം ഘട്ടം. 3ാം ഘട്ടത്തിലാണ് അവിടെയും തീരാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ സംസ്ഥാന തലത്തിലും പിന്നീട് ചിലപ്പോഴെല്ലാം കേന്ദ്ര തലത്തിലേക്കും പോകേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി വനം വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള ഏറ്റവും ജനകീയമായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞം. 45 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പദ്ധതി. സർ, ഈ ഹോട്ട്സ്പോട്ടുകൾ തീരുമാനിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ ഒന്ന് പറയാമോ? കേരളത്തിലെ പഞ്ചായത്തുകളിൽ പല രീതിയിലുള്ള മനുഷ്യ വന്യജീവി സംഘർഷം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനൊരു പ്രാഥമികമായിട്ട് അതിനെ നമുക്ക് എന്തെങ്കിലും ഒരു മാനദണ്ഡം വേണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്തത് മനുഷ്യ വന്യജീവി സംഘർഷം അനുഭവപ്പെടുന്ന രീതി, അത് എത്രത്തോളമുണ്ട്, അതിൻ്റെ ഒരു തീവ്രത, അതുപോലെ തന്നെ അത് തടയാനെടുക്കുന്ന നമ്മുടെ എഫേർട്ടിൻ്റെ ഒരു കണക്ക്, അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ലഘൂകരണ പ്രക്രിയ ഇല്ലാതാവുകയാണെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യത, അങ്ങനെ നിരവധി മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഹോട്ട്സ്പോട്ടുകളെ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അത് എല്ലാ വർഷവും അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കൽ പുതുക്കി, ഇപ്പോൾ നമ്മൾ നല്ല പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ചില സ്ഥലങ്ങൾ ഹോട്ട്സ്പോട്ടുകളല്ലാതെ ആവും, ചിലപ്പോൾ പുതിയ സ്ഥലങ്ങൾ ഹോട്ട്സ്പോട്ടുകളായി വന്നെന്നും വരാം. അപ്പോൾ അതൊരു ഡൈനാമിക് ആയിട്ടുള്ളൊരു പ്രക്രിയയാണ്. കഴിഞ്ഞ വർഷം നടത്തിയ ഒരു അനാലിസിസിലാണ് 273 പഞ്ചായത്തുകളെ ഹോട്ട്സ്പോട്ടായിട്ട് കണ്ടത്. അത് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പരാതികൾ ലഭിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു നടപടികളിലൊക്കെ നീങ്ങുന്നത്?
പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ പരാതി അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് വഴി ചിലപ്പോൾ പലപ്പോഴും പ്രശ്നങ്ങൾ പരസ്പരം അറിയാനുള്ളൊരു സാധ്യത ആദ്യം തന്നെ ഉണ്ടാവും. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് പരസ്പരം അറിയുന്നതിലൂടെ തന്നെ ചിലപ്പോൾ പകുതി പ്രശ്നങ്ങൾ അവിടെ തീരാറുണ്ട്. ചിലപ്പോൾ നടപടിക്രമങ്ങൾ അറിയാത്തതിൻ്റെ കുഴപ്പമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നഷ്ടപരിഹാരം ഇവിടെ കിട്ടാത്തതിൻ്റെ നടപടിക്രമങ്ങൾ അറിയാത്തതിൻ്റെ മൂലം തന്നെ ആൾ കിട്ടാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു 50% പ്രശ്നങ്ങളൊക്കെ നമുക്ക് മിക്കവാറും അങ്ങനെ തന്നെ പ്രാദേശികമായിട്ട് തീർക്കാൻ കഴിയും. അതല്ലാതെ ചില പ്രശ്നങ്ങൾ നമുക്ക് ചിലപ്പോൾ ജില്ലാതലത്തിലോ അല്ലെങ്കിൽ മറ്റ് വകുപ്പുകളുടെ കൂടെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പാമ്പ് കടിയേറ്റ് ഒരാൾ മരിക്കുകയാണെങ്കിൽ, ഒരാൾക്ക് പാമ്പ് കടിയേറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് ആൻറ്റിവെനം വേണം. അപ്പോൾ ഏതൊക്കെ ഹോസ്പിറ്റലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്? അപ്പോൾ നമ്മൾ തൊട്ടടുത്ത പ്രദേശത്തിൽ ഇത്തരം ആളുകൾ കൂടുതൽ പാമ്പ് കടിയേൽക്കുന്ന സ്ഥലത്ത് ആൻറ്റിവെനം അവൈലബിൾ അല്ലെങ്കിൽ അത് ഉറപ്പാക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെടാൻ പറ്റും. ഇപ്പോൾ കാട് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട്, കൃഷിയിടങ്ങളുണ്ട്. ഇത് വെട്ടി ഒരുക്കി കൃഷിഭൂമികൾ ആക്കി തിരിച്ച് കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തേണ്ടത് ഇത്തരം പ്രദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഇത്തരം പ്രദേശങ്ങൾ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥകളായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു വലിയ പരസ്പരം അറിയലും പരസ്പരം ചേർന്ന് ചെയ്യേണ്ട പ്രവൃത്തികളുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ചിലപ്പോൾ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ജില്ലാതലത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. വലിയ എസ്റ്റേറ്റുകളിൽ, വലിയ കൃഷിയിടങ്ങളിലൊക്കെ കാട് പിടിക്കുന്നിടത്തൊക്കെ പുതിയ ആവാസ വ്യവസ്ഥകളായിട്ട് വരുന്ന പ്രവണതയൊക്കെ നമുക്ക് അത്തരം കൂട്ടായ പ്രവർത്തനത്തിലൂടെ പരിഹരിക്കാൻ പറ്റുള്ളൂ. ചിലതൊക്കെ നമുക്ക് സംസ്ഥാന തലത്തിലേക്ക് എടുക്കേണ്ടി വരും, തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. ചിലതൊക്കെ കേന്ദ്രത്തിലും പോകേണ്ടി വരും. അപ്പോൾ സാധ്യമായ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് സംസ്ഥാന തലത്തിൽ പരിഹാരം കണ്ടെത്താനായ ശ്രമങ്ങളെ നമ്മൾ ഒരു വളരെ ഫോക്കസ്ഡ് ആയിട്ട് വളരെ കാര്യക്ഷമമായിട്ട് നമ്മൾ പരിഹരിക്കാനുള്ളൊരു ശ്രമമാണ് ഈ 45 ദിവസം നമ്മൾ നടത്തുന്നത്. ഈ 45 ദിവസത്തെ പദ്ധതികൾ ആകെ തുകയായിട്ട് ലക്ഷ്യം വെക്കുന്നത് എന്തൊക്കെയാണെന്നൊന്ന് എടുത്തു പറയാമോ? മനുഷ്യ വന്യജീവി സംഘർഷം വല്ലാതെ കുറയ്ക്കണം നമുക്ക്. അതുമൂലം ഉണ്ടാകുന്ന മനുഷ്യ മരണങ്ങൾ, മനുഷ്യനുണ്ടാകുന്ന ഇഞ്ചുറി അല്ലെങ്കിൽ കൃഷിനാശം, അതുപോലെ നമ്മുടെ വളർത്തുമൃഗങ്ങൾക്കുണ്ടാകുന്ന നാശം നമുക്ക് കുറയ്ക്കണം. അതോടൊപ്പം തന്നെ ഈ മനുഷ്യ വന്യജീവി സംഘർഷം മൂലം പലപ്പോഴും വന്യജീവികൾക്ക് നാശം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് പരസ്പരം രണ്ട് വശത്തും നാശം ഉണ്ടാവുന്ന കാര്യമുണ്ട്. അപ്പോൾ ആൾ നാശവും അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ നാശവും നമുക്ക് ഒഴിവാക്കണം. അതുവഴി ജനസുരക്ഷയും അതുവഴി വനസുരക്ഷയും അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥകളുടെ സുരക്ഷയുമാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. അതുവഴി നമ്മുടെ നാടിൻ്റെ സമാധാനവും നമ്മൾ നിലനിർത്തണം. ഇതാണ് യഥാർത്ഥത്തിൽ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഈ സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞത്തിൻ്റെ ലക്ഷ്യം. ഇന്ത്യയിൽ ഈ മനുഷ്യ വന്യജീവി സംഘർഷം ഇതിലുമൊക്കെ അധികം അനുഭവപ്പെടുന്ന സംസ്ഥാനങ്ങളുണ്ട് ധാരാളം. പക്ഷേ അവിടെയൊന്നും വരാത്ത രീതിയിൽ ഇതൊരു സാമൂഹ്യ രാഷ്ട്രീയ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളുള്ള മാനങ്ങളുള്ള ഒരു വിഷയമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇത് വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിൽ ആനമൂലമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ വർഷം കേരളത്തിൽ ആനയുടെ മുമ്പിൽപ്പെട്ട് മരിച്ചത് 19 പേരാണ്. 350ഓളം ആളുകൾ മരിക്കുന്ന പ്രദേശങ്ങളും ഉണ്ട്. പക്ഷേ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഓരോ മരണവും ഓരോ ആക്രമണവും നമ്മൾ മനുഷ്യജീവന് നമ്മുടെ സംസ്ഥാനം എന്ത് വില കൊടുക്കുന്നു, എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സംഭവത്തിനും മുമ്പൊന്നും ഇല്ലാത്തത്രയും രീതിയിലുള്ള പ്രാധാന്യം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വരുന്നുണ്ട്. അത് മാധ്യമങ്ങൾ അതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമൂഹം പ്രതികരിക്കാറുണ്ട്, സ്വാഭാവികമാണ്. പക്ഷേ നമ്മളെപ്പോഴും പറയുന്നത് അതിന് ഒരു പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എല്ലാവരും കൂട്ടായി ചേർന്ന് പരിഹരിക്കാൻ കഴിയുള്ളൂ. അതുപോലെ ഇതിൻ്റെ കാര്യകാരണങ്ങളെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും വേണം. നമ്മൾ ഒരുപക്ഷെ തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് മാത്രം ഒരുപക്ഷെ മനുഷ്യ വന്യജീവി സംഘർഷം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചിലപ്പോൾ പൂർണ്ണമായിട്ടും കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയില്ല. കാരണം ആവാസ വ്യവസ്ഥകളുടെ ശിഥിലീകരണം ഇതിന് വലിയൊരു കാരണമായിട്ടുണ്ട്. നമ്മുടെ തന്നെ അശാസ്ത്രീയമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇതിന് കാരണമായിട്ടുണ്ട്. നമ്മുടെ കടന്നുകയറ്റം കാട്ടിലേക്ക് ആവാസ വ്യവസ്ഥകളിലേക്ക് വന്നിട്ടുണ്ട്. അധിനിവേശ സസ്യങ്ങൾ കാട്ടിൽ വല്ലാതെ വർദ്ധിക്കുകയും അതുവഴി ആവാസ വ്യവസ്ഥകളുടെ ആരോഗ്യം കുറയുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ഇതിനൊരു കാരണമാണെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ശാസ്ത്രീയമായ സമീപനമാണ് വനംവകുപ്പ് ഇപ്പോൾ സർക്കാരും വനംവകുപ്പും ചെയ്യുന്നത്. നമ്മൾ ഇതിനു വേണ്ടിയിട്ട് സംസ്ഥാനത്തെ 12 ലാൻഡ്സ്കേപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്.
അത്തരം 12 ലാൻഡ്സ്കേപ്പുകളിൽ ഒരു ഇൻ്റർസെക്ടോറൽ അപ്രോച്ച്, അതായത് എല്ലാ വകുപ്പുകളെയും ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വികേന്ദ്രീകൃതമായ രീതിയിൽ ഡീസെൻട്രലൈസ് ചെയ്തുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ദീർഘകാല പരിഹാരങ്ങളും ഉണ്ട്, ഹ്രസ്വകാല പരിഹാരങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ പാരമ്പര്യ അറിവുകൾ നമ്മൾ എടുക്കുന്നുണ്ട്, അതുപോലെ ആധുനിക സാങ്കേതിക വിദ്യയുടെ അറിവുകളും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് വരും കാലങ്ങളിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം മൂലമുള്ള മരണം കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ നമുക്ക് വിശ്രമിക്കാനുള്ള അവസരമൊന്നുമല്ല. അത് പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നത് വരെ നമ്മൾ ആ യുക്തിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം ഞാനിപ്പോഴും വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത് ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തെ നമുക്ക് താർക്കിക യുക്തി കൊണ്ട് പരിഹരിക്കാനായിട്ട് കഴിയില്ല. തർക്കിച്ച് നിന്നാൽ തർക്കം കഴിയുമ്പോൾ ഈ പ്രശ്നം അവിടെ ബാക്കിയാവും. മറിച്ച് നമ്മളെല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കിതിനെ പിടിച്ചു കെട്ടാനാവും. ഇപ്പോൾ നമ്മൾ പിടിച്ചു കെട്ടുന്ന ഒരു സ്റ്റേജിൽ തന്നെയാണ്. മരണങ്ങളെ നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല രീതിയിൽ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെയും നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. അത്തരത്തിൽ വളരെ സങ്കീർണമാണ് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നമായി തന്നെ ഉയർന്നു വന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിൽ മാതൃകാപരമായി ഇത് ജനങ്ങളിലേക്ക് തന്നെ ഇറങ്ങിച്ചെന്ന് 45 ദിവസം നീളുന്ന പദ്ധതി, അതിലൂടെ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ പരാതികളും ഒക്കെ നേരിട്ടറിഞ്ഞ് ഇതിലൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയാണ് വനം വകുപ്പ് ശ്രമിക്കുന്നത്. ക്യാമറ പേഴ്സൺ സാദിഖ് പാറക്കലിനൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, മീഡിയ 1 തിരുവനന്തപുരം.